ഇതാണ് ദന്തപാല എന്ന് പറഞ്ഞ ചെടി. ദന്തപാല, അയ്യപ്പാല എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ചെടിയാണ്. അപ്പോൾ താരൻ, അകാലനര, മുടികൊഴിച്ചിൽ, സോറിയാസിസ്, സ്കിൻ ഡിസീസ് ഒക്കെ ഏറ്റവും നല്ലതാണ് ദന്തപാലയുടെ ഓയിൽ. പിന്നെ പല്ലുവേദനക്കൊക്കെ നമ്മൾ ഇതിൻ്റെ ഇല കടിച്ച് പിടിച്ച് കഴിഞ്ഞാൽ, വേദനയുള്ള ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ പല്ലുവേദനക്ക് നല്ല കുറവ് കിട്ടും. അപ്പം നമുക്ക് ഇതെല്ലാവരുടെ ധാരണ ഇത് വലിയ മരമായിട്ട് വളരും, വലിയ മരമായിട്ടൊക്കെ വളരും. പക്ഷേ ഇതൊക്കെ വർഷങ്ങളെത്തിയ മരങ്ങളാണ്. നമുക്ക് ഇതേപോലെ ചെറുതാക്കി വളർത്താൻ പറ്റിയ മരമാണ്. നമ്മൾ ഇതേപോലെ പ്രൂൺ ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിന് ഇലകൾ പൊട്ടിച്ചെടുക്കുകയും ചെയ്യാം. നമുക്ക് ഇതേപോലെ വളർത്തുകയും ചെയ്യുക. കണ്ട, ചെറുതാക്കി ഒരു കുറ്റിച്ചെടി പോലെ വളരുന്ന ചെടിയാണ് ദന്തപാല. അപ്പോൾ ദന്തപാലയുടെ ഓയിൽ എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദന്തപാലയുടെ ഇല കണ്ട, ഈ ഇല നമ്മ മൂത്ത ഇലകളായിരിക്കണം. അത് പറിച്ചെടുത്തിട്ട് നല്ല ഫ്രഷായിട്ടുള്ള വെളിച്ചെണ്ണ കേട്ടാ, വെളിച്ചെണ്ണയിൽ കടയിൽ നിന്ന് മേടിക്കുന്ന വെളിച്ചെണ്ണ ഒന്നും പറ്റില്ല. ഫ്രഷായിട്ടുള്ള വെളിച്ചെണ്ണയിൽ ഒരു 7 ദിവസം ഇട്ട് വെക്കുക. ഇപ്പോൾ നമ്മൾ രാവിലെ തന്നെ വെയിലത്തേക്കൊക്കെ വൈകുന്നേരം എടുത്ത് വെക്കാൻ 7 ദിവസം വെച്ചിട്ട് 7ാമത്തെ ദിവസം ആകുമ്പോൾ നല്ല റെഡ് കളറായിട്ടുണ്ടാവും. അത് നമ്മൾ ഒരു ചില്ല് ബോട്ടിലോ ഭരണിയിലോ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നാൾ ഉപയോഗിക്കാം. അപ്പോൾ താരൻ, അകാലനര, മുടികൊഴിച്ചിലൊക്കെ ഉള്ളവർക്ക് ഭയങ്കര റിസൾട്ടാണ് കേട്ടോ ഇതിൻ്റെ ഓയിൽ. നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുളിക്കണേക്ക് 1 മണിക്കൂർ മുമ്പ് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് സോപ്പ്, കെമിക്കലൊന്നും ഉപയോഗിക്കരുത്. പയറുപൊടിയോ താളിയോ ഒക്കെ ഇട്ടിട്ട് കഴുകിക്കളയുക. പിന്നെ സോറിയാസിസ്, ത്വക്ക് ഡിസീസസിനൊക്കെ നമ്മൾ വെറുതെ തേച്ച് കൊടുത്താൽ മതി. ഉള്ള ഭാഗത്ത് നല്ല റിസൾട്ടാണ്. ഒരുപാട് പേരാണ് എൻ്റെ കയ്യിൽ നിന്ന് ഓയിലും തൈയും ഒക്കെ മേടിക്കണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മത് ഉപയോഗിച്ച് കഴിഞ്ഞാലാണ് നമുക്ക് മനസ്സിലാകുള്ളൂ ഈ ഓയിലിൻ്റെ ഗുണം. അപ്പോൾ നമുക്കിതിൻ്റെ തൈകൾ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഓയിൽ ഉണ്ടാക്കാം. കാരണം നമ്മൾ ഇലകൾ, ഒരുപാട് പേരെന്നോട് ഇലകൾ ചോദിക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഇല അഴിച്ചു കൊടുത്ത് അവർക്ക് കിട്ടുമ്പോഴത്തേന് ഇതിൻ്റെ ഗുണമൊക്കെ നഷ്ടപ്പെടും. നമ്മൾ ഈ ഇല പറിക്കലും ഇത് വെളിച്ചെണ്ണയിൽ ഇടലും ആയിരിക്കണം. കണ്ട, ഈ ഇല നമ്മൾ പറിക്കുമ്പോൾ തന്നെ കണ്ട ഇതേപോലെ ഒരു പാല് പോലെ വരും. കണ്ട, അപ്പോൾ ഇതൊക്കെ നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് വീഴേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഇത് പറിച്ചഴക്കുമ്പോഴത്തേനൊക്കെ ഇല വെച്ചുകൊണ്ട് ഒരു ഗുണം കിട്ടൂല. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ ഇതേപോലെ മരം വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രഷായിട്ട് തന്നെ നമുക്ക് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഉപയോഗിക്കാം. നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു ഓയിലാണ് ദന്തപാലയുടെ ഓയിൽ. അപ്പോൾ ഈ ചെടി എന്ന് പറഞ്ഞാൽ നമുക്കിതിൻ്റെ തൈകളൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പോൾ തൈകൾ നമുക്ക് വീട്ടിൽ വെച്ച് പിടിപ്പിക്കുക. വലിയ പരിചരണങ്ങൾ ആവശ്യമില്ലാത്ത ചെടിയാണ് ദന്തപാല. കാരണം നമുക്ക് കുറച്ച് ചാണകപ്പൊടി മാത്രം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ വേനൽക്കാലത്ത് നമുക്ക് എല്ലാ ദിവസമൊന്നുമല്ല, ആഴ്ചയിൽ ഒരിക്കൽ നനച്ചും കൊടുത്താൽ മതി. നന്നായിട്ട് തന്നെ വളരും. പിന്നെ ചില ടൈമുകളിൽ ഈ ദന്തപാലയുടെ ഇല മുഴുവനും കൊഴിഞ്ഞു പോയിട്ട് തണ്ട് മാത്രമായിട്ട് നിൽപ്പുണ്ടാവും. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ എളുപ്പം ഇല ഒരു കാരണവശാലും നമ്മൾ വെളിച്ചെണ്ണയിൽ ഇടാൻ ഉപയോഗിക്കരുത് കേട്ടോ. നമുക്ക് ഒരു ഉദ്ദേശിച്ച ഗുണവും കിട്ടൂല, കളറും കിട്ടൂല. ഇളം പച്ച കളറായിരിക്കുള്ളൂ ഓയിലിന്. ഇല മൂത്ത ശേഷം മാത്രമേ നമുക്ക് വെളിച്ചെണ്ണയിൽ ഇടാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ദന്തപാലയുടെ ചെടിയൊക്കെ നഴ്സറികളിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഓയിൽ കാണിച്ചു തരാം. അപ്പോൾ ദന്തപാലയുടെ ഓയിലാണിട്ടിത്. ഓയിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണതാണ്. ഇതേപോലെയാണ് ദന്തപാലയുടെ ഓയിൽ ഇരിക്കണത്. കണ്ട, നമ്മൾ 7 ദിവസം വെയിലത്തൊക്കെ വെച്ച് നമ്മുടെ ഫ്രഷ് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുത്ത ഓയിലാണ്. ഇതേപോലെ ചില്ലുകുപ്പിയിലാക്കി വെച്ചേക്കണതാണ്. അപ്പോൾ നമ്മൾ ഇതെങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോ വെളിച്ചെണ്ണക്ക് 1 കിലോ ഇല ഇടണം കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഇത് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഈ ചെടി വെച്ച് പിടിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ഇതേപോലെ ഫ്രഷായിട്ട് ഓയിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ദന്തപാലയുടെ ഓയിലും തൈകളൊക്കെ ഞാൻ കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളൊരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.